ഇന്ന് ഞാൻ വന്നേക്കുന്നത് അതിന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ല എനിക്ക് പറയാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നതോ ചമഞ്ഞു 1.5 വർഷമായിട്ടുണ്ടാവും ഇത് ഉണ്ടായിട്ട്. 1.5 വർഷമായോ? നമുക്ക് എപ്പോഴും ഒരു മണീസ്. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് എനിക്ക് UK വന്നതിന് ശേഷം ഉണ്ടായ ഒരു വേസ്റ്റ് അനുഭവം പറയാനാണ്. നല്ലതും ചീത്തയായിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നെ ഇങ്ങനെ ഇരുത്തിപ്പോയ ഒരാഴ്ചയോളം അത്രയും നമ്മളൊരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയൊരു സംഭവമാണ്. ഇതെനിക്ക് മാത്രമല്ല, ഇവിടെ വന്നിട്ട് ഈ സംഭവം ഉണ്ടായ പലരും ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് സ്വയം വരുമ്പോഴാണല്ലോ അത്. എപ്പോഴും മറ്റുള്ളവർക്ക് വരുമ്പോൾ ഓക്കെ നമുക്ക് ഇങ്ങനെ തോന്നിയാലും നമുക്ക് വരുമ്പോഴാണല്ലോ നമുക്ക് ശരിക്കും അതിൻ്റെ ആ വിഷമം ശരിക്കും മനസ്സിലാവാം. അതുപോലെ തന്നെ ഇരുത്തിപ്പോയൊരു സംഭവമായിരുന്നു. ഇത് ഉണ്ടായിട്ട് ഒരു 1.5 വർഷമൊക്കെ ആയി. ഈ അടുത്തൊന്നും ഉണ്ടായതല്ല. ഇവിടെ വന്നിട്ട് ഒരു 1.5-2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വേറെ ഫോൺ എടുക്കുന്നത്. അതായത് നമ്മുടെ സാംസങ് S23 Ultra ഒക്കെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത്. അപ്പം ഇങ്ങനെ പ്രീ ബുക്ക് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു നല്ല ഫോൺ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ വന്നിട്ടുള്ള നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മിച്ചം വെക്കുന്ന കാശ് കൊണ്ട് അങ്ങനെയൊക്കെ നോറ്റ് കാത്തിരുന്നു പ്രീ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓർക്കണം. S23 Ultra എടുത്തു. അങ്ങനെ അതെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, സന്തോഷമായിരുന്നു. നമുക്കൊരു കാര്യം കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതധിക കാലം നീണ്ടു നിന്നില്ല. എനിക്ക് പണ്ട് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണം. പണ്ടെന്ന് വെച്ചാൽ ഒരു 2015-14 ഒക്കെ തൊട്ടിട്ടുള്ളതാണ്. പക്ഷെ അതിനുള്ള ഫോണ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ന് നല്ല ഫോൺ എടുക്കണോ അന്ന് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ അറിയാം. കറക്റ്റ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് 1 വർഷം മുന്നാണ്. ഒരു 1.5 വർഷമായി ഞാൻ വീഡിയോസ് ഇട്ടും തുടങ്ങിയിരുന്നു. ഒരു 3ാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ വർക്കിന് പോയിരുന്നു. വർക്കിന് പോണതിന് സമയത്ത് കിങ്സ്റ്റണിൽ വെച്ചിട്ടായിരുന്നു ഞാൻ മാറിക്കയറുന്നത് എൻ്റെ വർക്ക് ചെയ്യണ സ്ഥലത്തേക്ക്. അപ്പോൾ കിങ്സ്റ്റൺ ബസ് സ്റ്റാൻഡിൽ ഞാൻ നിൽക്കുമ്പോൾ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കാരണം ഈവനിങ് ആയിരുന്നു. അപ്പോൾ സ്കൂൾ കുട്ടികളും പിന്നെ പേരൻസും അങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് വരെ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബസ് വന്നു. അപ്പോൾ നല്ല റഷ് ഉണ്ടായിരുന്നു ബസ്സിൽ ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ക്യൂ ഒക്കെ നിന്നിട്ടാണല്ലോ എല്ലാവരും കയറുക. നമ്മുടെ നാട്ടിലെ പോലെ ഇടിച്ച് കയറണം അങ്ങനെയില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ഇവിടുത്തെ ആൾക്കാരൊന്നൊരു സമീപനം പാലിക്കും. അപ്പോൾ അങ്ങനെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് ഒരു ലേഡി ആള് ബുർക്കിയൊക്കെയാണ് ഇട്ടായിരുന്നത്, കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്. ആ ഒരു അറ്റയറിലാണ് ആൾ വന്നത്. ആളിങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് വരില്ലേ. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതെന്ത് ഈ സ്ത്രീ ഇങ്ങനെ വരണേ? ഇവിടെ അങ്ങനെ ആരും വരില്ല, കാരണം നമുക്ക് എപ്പോഴും ഒരു പേഴ്സണൽ സ്പേസ് ഇവർ തരും. പക്ഷേ ഈ പെണ്ണ് എന്താ പറയുക, എൻ്റെ മേത്തേക്ക് ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് വരുമായിരുന്നു. പക്ഷെ ഞാനൊരു മന്ദബുദ്ധി ആയതുകൊണ്ടും കൂടുതലധികം ഒന്നും ചിന്തിക്കാത്തത് കൊണ്ടും ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചോളാം. എന്നിട്ട് ആ പെണ്ണ് നല്ല തിരക്കാണ്. എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇവിടെ ക്രോയിഡൻ എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് പോകാനുള്ള ബസ് എവിടെയാണ്, ബസ് ഏതാണോ അങ്ങനെ എന്തോ ചോദിച്ചു. അപ്പം ഞാൻ ബസ്സിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു. വിശാല മനസ്കയായി ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത്രയും പെണ്ണ് ചോദിച്ചോളൂ. ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അത് ഞാനിങ്ങനെ ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ മേലെ പോയിട്ട് വേഗം ഒരു സീറ്റ് പിടിക്കാം എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പോയി. അപ്പം എനിക്ക് പറ്റിയ മണ്ടത്തരം എൻ്റെ ഒരു കെയർലെസ്സും കൊണ്ടാണെന്നും കൂടി പറയാം. കാരണം ഞാൻ ഈ ബസ് വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബസ് വന്നല്ലോ. അപ്പോൾ കാർഡ് ബാഗിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടു. അതെൻ്റെ മണ്ടത്തരാണ്. പോക്കറ്റ് എന്ന് വെച്ചാൽ ജാക്കറ്റിൻ്റെ പോക്കറ്റിലേക്കാണ്, എൻ്റെ ജീനിൻ്റെ പോക്കറ്റിലേക്കും കൂടി അല്ല ഇട്ടത്. കഥയാണ്. അത് കഴിഞ്ഞ് ഞാൻ വലിയ ഇതിൽ ഈ പെണ്ണെന്ത് ഇങ്ങനെയെന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചിന്തിച്ചിട്ടാണ് ഞാൻ ബസ് കയറി മേലെ ഒരു സീറ്റിൽ വേഗം ചെന്നിരുന്ന് എൻ്റെ പോക്കറ്റിൽ കയറ്റപ്പോൾ കാണാനില്ല. എന്നിട്ട് വേഗം ഞാൻ ബാഗ് തുറന്നു. ബാഗിൽ നോക്കിയപ്പോൾ ബാഗിലും കാണാനില്ല. ബാഗെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ സ്ലിംഗ് ബാഗ് ഞാൻ ഇട്ടിരുന്നത്. എന്നാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഫ്രീസായ ഒരു മൊമെൻറ്റ്, അതായത് നമ്മൾ തരിച്ചിങ്ങനെ ഇരിക്കില്ലേ, അങ്ങനെ ഒരു മൊമെൻറ്റ്, ഒരാളൽ മൊത്തത്തിൽ എനിക്ക് അങ്ങോട്ട് വന്നു എൻ്റെ ബോഡിക്കോടെ. ഈശോ
എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ എന്താ സമയത്ത് അനുഭവിച്ചതെന്ന്. കാരണം ഇത്രയും ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിയ സാധനം ബാഗിലും പോക്കറ്റിലും കാണാനില്ല. അപ്പോഴാണ് എനിക്കിത് കണക്റ്റ് ആയത്. ഈ പെണ്ണ് തള്ള തന്നെയാണ്, ഈ പെണ്ണും പിള്ള തന്നെയാണ് എൻ്റെ സാധനം എടുത്തതെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ ഇരുന്ന് ഫോൺ നോക്കിയപ്പോഴേക്കും ഫോൺ കാണാനില്ല. അപ്പം തന്നെ ഞാൻ ബസ്സിൽ നിന്ന് ചാടിപ്പടഞ്ഞ് ഇറങ്ങാൻ വേണ്ടി ചെന്നപ്പോഴേക്കും ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തു. ഇവിടെയൊക്കെ കറക്റ്റ് സ്പോട്ടിൽ മാത്രം ബസ് നിർത്തുള്ളൂ. അവർ നമുക്ക് അത് കഴിഞ്ഞാൽ നിർത്തി തരില്ല. ഞാൻ ഡ്രൈവറിൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് പറഞ്ഞു, കെൻ യു പ്ലീസ് സ്റ്റോപ്പ് ദ ബസ്. കരഞ്ഞു മൂങ്ങിയപ്പോഴേക്കും ഞാൻ അപ്പോൾ ഡോക്ടറല്ല ബസ് ഡ്രൈവർ പറഞ്ഞു, ഇല്ല നമ്മൾ എൻ്റെ ഫോൺ പോയി പ്ലീസ്. അപ്പോൾ ആള് കുറച്ച് നല്ല മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ട് ആളിങ്ങനെ സൈഡ് ഒതുക്കി നിർത്തി തന്നു. അപ്പം തന്നെ ഞാൻ ഇറങ്ങിയിട്ട് ഓടി. സ്റ്റോപ്പിന് വേണമെങ്കിൽ ഒരു 30 മീറ്ററൊക്കെ ബസ് നീങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ആ ബസ്സിൽ നിന്ന് ചാടിപ്പറഞ്ഞ് ഓടി ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക്. ദൈവമേ, എനിക്ക് ആലോചിക്കാൻ ആ സമയത്ത് എൻ്റെ സ്പീഡ് എന്ന് പറയണത് എന്താ പറയുക, അത്രയും സ്പീഡിലായിരുന്നു ഞാൻ ഓടിയത്. തിരിച്ചോടി വന്നപ്പോഴേക്കും പക്ഷെ ആ പെണ്ണിൻ്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് സംഭവം. അവിടെ നിൽക്കുന്ന 1-2 ആൾക്കാരോട് ചോദിച്ചു, ഈ ഒരു പെണ്ണിനെ കണ്ടു എന്ന്. അപ്പം അവരിങ്ങനെ ഇതെന്തുട്ടി കൊച്ചി ചോദിക്കണേ, കാരണം ഞാൻ കരഞ്ഞു മോങ്ങിയിട്ടാണ് ചോദിക്കണത്. അങ്ങനെ ഞാൻ 1-2 പേരോട് ഫോൺ ചോദിച്ചു. അതായത് എനിക്ക് ആരെങ്കിലും വിളിക്കണമല്ലോ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ എൻ്റെ പഴയ ഫോൺ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഞാൻ അങ്ങനെ റീചാർജ് ഒന്നും ചെയ്യാത്ത കാരണം അതിൽ എനിക്ക് ഒരാളെയും വിളിക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ, എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ കോൺടാക്ട് ചെയ്ത് പറയണം ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആകെ സ്റ്റക്കായിട്ട് നിൽക്കുക. എനിക്ക് ഇവിടെ നിന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ 1-2 പേരോട് ഫോൺ ചോദിച്ചു ഒന്ന് തരുമോന്ന്. പക്ഷെ ആരും എനിക്ക് ഫോൺ തന്നില്ല. കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ പറ്റിക്കുന്ന കാരണം ആരും ഫോൺ തരുന്നുണ്ടായിരുന്നില്ല ചോദിച്ചിട്ട്. എന്നിട്ട് ഞാൻ ഒരു ബസ് ഡ്രൈവർ നടന്നു കൊണ്ടായിരുന്നു. അവസാനം ആ ബസ് ഡ്രൈവറിനോട് ചോദിച്ചപ്പോൾ ആൾക്ക് എന്തോ പാവം തോന്നുന്നു. അങ്ങനെ ആളെ എനിക്ക് തന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ വർക്കിന് പോകണോടത്തേക്ക് വിളിച്ചൊന്ന് പറയാതെ തളർന്നു പോയി. കാരണം എനിക്കിനി വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അതുപോലെ എന്താ പറയുക, എൻ്റെ ആത്മാവ് പോയി എന്നുള്ള രീതിയിലായി. അങ്ങനെ ഞാൻ അപ്പം തന്നെ അടുത്ത ബസ് എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അങ്ങനെയാണ് എനിക്ക് ഉണ്ടായത്. അതാണ് ഒരു വേസ്റ്റ് അനുഭവം. കാരണം എന്നെ ഇരുത്തിക്കളഞ്ഞൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അതായിരുന്നു. കാരണം ഫോൺ പോയി, കാശും പോയി, എല്ലാം പോയി. അത്ര ആഗ്രഹിച്ച് വാങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ടായല്ലോ എന്ന് ഉള്ള രീതിയിലേക്ക് ചിന്തിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ ഹാർഡ്ഷിപ്പിൽ കൂടെ ഇവിടെ കടന്നു പോകണം. ഇങ്ങനത്തെ ആർക്കുണ്ടായാലും ഭയങ്കര വിഷമമാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഈ ബേർഡൻ പോലെയായിരുന്നു അത്. അത്രയും വിഷമമുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴാണല്ലോ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്തപ്പോഴാണ് ഇതിവിടെ ഭയങ്കര കോമൺ ആണ്. അതുവരെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇത് പിക്ക് പോക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇത്രയും കോമൺ ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും റിസർച്ചൊക്കെ ചെയ്യുകയും ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കിത് അറിയാത്തത് കൊണ്ട് ഞാൻ ഇൻഷുറൻസ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുള്ളായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതങ്ങോട്ട് ബോധിച്ച് കിട്ടി എനിക്ക്. നമ്മുടെ ഫോൺ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആസ് സൂൺ ആസ് പോസിബിൾ പോലീസിനെ ഇൻഫോം ചെയ്യുക. പിന്നെ നമ്മളെ എടുത്തിരിക്കുന്ന കമ്പനിയിൽ വിളിച്ചിട്ട് നമ്മുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫോണും ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും എത്രയും പെട്ടെന്ന് ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് നല്ലതാണ്. പിന്നെ പോലീസിനെ ഇൻഫോം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്ത റെഫറൻസ് നമ്പർ കാര്യങ്ങളൊക്കെ വേണം. എനിക്ക് പിന്നെ അതില്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നും വേണ്ടി വന്നില്ല. എന്നാലും നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ആ പ്രോബ്ലം ആ ഫോൺ കൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കില്ല. അതിന് നല്ലതായിരിക്കും. അങ്ങനെ പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്തു. അപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഹോപ്പായിരുന്നു, ഇപ്പം കിട്ടും. പോലീസ് പറഞ്ഞ എന്നോട് പോയി അവിടെ കുത്തിയിരിക്കും മോളെ, ഞങ്ങൾക്ക് ഇതെല്ലാം വേറെ പണിയുണ്ട്, നിൻ്റെ ഫോണൊക്കെ അല്ലല്ലോ ഞങ്ങളുടെ പണിയെന്ന്. അങ്ങനെ അപ്പോൾ അതങ്ങനെ പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഫോണ് ഒക്കെ ഇവിടെ വാങ്ങിക്കഴിഞ്ഞാൽ നന്നായി സൂക്ഷിക്കുക. കാരണം ഇവിടുത്തെ പോലീസും കാര്യങ്ങളും ഒന്നും അതിനു വേണ്ടി ചെയ്യില്ല. അവർക്കിത് ലീസ്റ്റ് പ്രയോറിറ്റി ഉള്ള കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും ഇൻഷുറൻസ് എടുക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫോണിന് എന്തെങ്കിലും പറ്റിയല്ല കയ്യിൽ നിന്ന് ഫോൺ പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. കമ്പനിയിൽ വിളിച്ച് ബ്ലോക്ക് ചെയ്യുക. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ സെൻട്രൽ ലണ്ടനിൽ പോകാൻ വെച്ചാൽ മാക്സിമം ഏറ്റവും പൊട്ട ഫോൺ കയ്യിലെടുക്കാൻ നോക്കിയാൽ മതി. തന്നെ ഫോൺ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തന്നെയും നല്ല സെക്യൂർ ആയിട്ട് മറ്റേ കഴുത്തിൽ കയറൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകണ സ്കീമൊക്കെ ഉണ്ട് ഇപ്പോൾ.
അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ നോക്കാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എനിക്കുണ്ടായ ഏറ്റവും വേസ്റ്റ് അനുഭവം. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര ഡിപ്രഷൻ എന്ന് ഞാൻ പറയണില്ല, ഭയങ്കര സാഡ്നെസ്സിലേക്ക് എന്നെ കൊണ്ടുപോയ സംഭവം. പിന്നെ ഒരു 5-6 മാസം എടുത്തു എനിക്ക് വേറൊരു ഫോൺ തന്നെയാണ് എടുത്തത്. കാരണം എന്നാലാണ് എൻ്റെ വിള്ളൽ എനിക്ക് മാറുണ്ടായിരുന്നുള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. ഇതാണ് എനിക്ക് ഏറ്റവും വേസ്റ്റ് ആയിട്ടാണ്. നിങ്ങളുടെ വേസ്റ്റ് അനുഭവം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.